ഇനി ഞാൻ നിങ്ങളെ സ്കേറ്റ് ബോർഡിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കാണിക്കും. അതായത് വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, സോ ഐ വിൽ ഷോ യു ഹൗ ടു മൂവ് ദ സ്കേറ്റ് ബോർഡ് ടു ദ ലെഫ്റ്റ് ടു ദ റൈറ്റ്. ഓക്കെ, ഓൾസോ ഐ വിൽ ഷോ യു ഹൗ ടു സ്റ്റോപ്പ് ദ സ്കേറ്റ് ബോർഡ്. അതായത് എങ്ങനെ ഈ സാധനം നിർത്തണം, കയറി കഴിഞ്ഞ് നിർത്താൻ പറയണം. സോ ജസ്റ്റ് വാച്ച് ദിസ്, റൈറ്റ്, യുവർ സ്കേറ്റ് ബോർഡ്. നോർമൽ പലതരം മെത്തേഡ്സ് ഉണ്ട്. ഒന്നിൽ നിങ്ങൾ ലെഫ്റ്റ് ഫുട്ടിൽ കയറിയിട്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് കാലിനെ വെച്ചിട്ട് ലെഫ്റ്റ് കൊണ്ട് പുഷ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ഫേവറേറ്റ്. സോ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റൈൽ. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ട്. ഇനി എങ്ങനെ അത് നിർത്തണമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ആരും സഹായിക്കാതെ ഇതിനകത്തുനിന്ന് എങ്ങനെ താഴെ ഇറങ്ങണമെന്നും ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും ആണ് കാണിക്കുന്നത്. പതിയെ പുഷ് ചെയ്യാം. ഈ റൈറ്റ് കാലെടുത്ത് ബാക്കിൽ വെക്കുക. ഈ ലെഫ്റ്റ് കാല് എപ്പോഴും ഒരു ആംഗിളിൽ ചരിച്ചു വെക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും, ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് തോന്നും. പക്ഷേ നോർമൽ ചരിഞ്ഞിങ്ങനെ നിന്നാണ്. ആണോ, ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഈ റൈറ്റ് കാലെടുത്ത് താഴെ വെച്ചാണ്. റൈറ്റ്, പിന്നെ ഇതിന്റെ മൂവ്മെന്റ്, ഇതിന് സ്റ്റിയറിംഗ് ഇല്ല. സോ ഹൗ ഡു ടേൺ ഇറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതിന് ചെയ്യാനുള്ളത് ഇതിങ്ങനെ റൈറ്റിലോട്ട് ചരിച്ചു കഴിഞ്ഞാൽ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യും മോസ്റ്റ് ഓഫ് ദ ടൈം. അത് ലെഫ്റ്റിലോട്ട് ചരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഒരു ചെറിയ ആംഗിൾ കഴിഞ്ഞാൽ അത് മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുറച്ചുകൂടി കയറ്റി വെക്കുക. എന്നിട്ട് ആ ചെറിയ ടൈം ആകുമ്പോൾ ഇവിടെ ഇതിൽ പ്രസ് ചെയ്താൽ ആണോ ഒരു ചരിവ് വരും. സോ അതിന് കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും. ഒരു 2-3 വീഴ്ച നിങ്ങൾ വീണിട്ടുണ്ടോ ആ സമയത്ത്. പക്ഷേ വളരെ സജസ്റ്റ് ചെയ്ത ഒരു പ്രാവശ്യം വീഴുന്നതാണ് നല്ലത്. കാരണം മനസ്സിൽ നിന്ന് ആ പേടി പോയി കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം വീണു, അതോടെ ഞാൻ ആ പേടി പോയത്. ഇത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ നെറ്റിലുള്ള ബാക്കി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരി ഒരു ബേസിക് കിട്ടും. വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിഞ്ഞിട്ട് ഒരു ആംഗിളിൽ കൂടുതൽ കാല് കിട്ടുള്ളൂ. അതായത് ഇത് കയറുന്നു, ഒരു ആംഗിൾ കഴിഞ്ഞിട്ട് അത് 30 ഡിഗ്രി ആംഗിൾ സ്റ്റാൻഡിങ് കഴിഞ്ഞിട്ട് കാല് വിട്ടു പോകരുത്, അല്ലെങ്കിൽ കാല് തന്നെ വീഴും. സി, ഈ ഒരു റേഞ്ചിൽ പിടിക്കാൻ പോകരുത്. ഓക്കെ, ഈ റേഞ്ച് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ തെന്നി വീഴാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയാൽ സി അപ്പോഴേ ഡേഞ്ചർ സോണിൽ വരുന്നു. ഓക്കെ, സോ ഗൈസ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെല്ലാവരും നല്ല സ്കേറ്റ് ബോർഡുകാരായി, മലയാളികളുടെ പേര് കളയാറായി. That's all, and I say goodbye to my friend Vijay Paulos, and wish you a good skateboard life. Cheers.